പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ സാധ്യത ഏറുകയാണ്. ഡൽഹിയിൽ തുടരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായിയെ നിർദ്ദേശിച്ചേക്കും. പിണറായി സന്നദ്ധനായില്ലെങ്കിൽ കെ.എൻ. ബാലഗോപാലിനെ പരിഗണിക്കാനാണ് സാധ്യത. വി അരുൺ ചേരുന്നുണ്ട്. അരുണേ, അതാണ് PB യോഗം തുടരുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്നുള്ള ചർച്ചകൾ നടക്കുമെന്ന് MA ബേബിയും പറഞ്ഞിരിക്കുന്നു. പക്ഷേ കേന്ദ്ര നിലപാട് വ്യത്യസ്തമാണോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വ്യത്യസ്ത നിലപാട് സാധ്യത കുറവാണ്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കും. ഇനി അങ്ങനെ ഒരു സാധ്യത മങ്ങുന്നെങ്കിൽ പിണറായിയുടെ നിലപാട് കൊണ്ട് തന്നെയാകും. അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കും. കാരണം CPM വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ, അത് സംഘടനാ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നയിച്ച നേതാവാണ് പിണറായി, എന്ന് പാർട്ടി സെക്രട്ടറിയായി നയിച്ച നേതാവാണ് പിണറായി. അതിനുശേഷം 2 തവണ തുടർച്ചയായി ഭരണത്തിലേക്ക് മുന്നണിയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു നേതാവ് പാർട്ടിയും മുന്നണിയും അങ്ങേയറ്റം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാതെ പോകില്ല. മാത്രമല്ല, പ്രതിപക്ഷം തുലവും ദുർബലമാണ് ഇത്തവണ ഇടതുമുന്നണിയുടേത് എന്ന വിമർശനം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായമുള്ളവരാണ് CPM-ൽ ഏറെയും. പക്ഷേ ഇടതുമുന്നണിയിലും CPM-ൽ ഒരു വിഭാഗവുമൊക്കെ പിണറായി ഇനി വരുന്നതിനോട് യോജിപ്പില്ലാത്തവരുണ്ട്. കാരണം ഒരു പുതിയ നേതൃത്വം വരണം. പിണറായിയുടെ നേതൃത്വത്തിനുള്ള നെഗറ്റീവ് വോട്ട് കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലമെന്ന് കരുതുന്നവർ ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPI-ലും അതുപോലെ തന്നെ മറ്റു പാർട്ടികളിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിണറായി ഏറ്റെടുക്കുന്ന ആവശ്യവുമുണ്ട്. പക്ഷേ അതിന് വലിയൊരു മുൻതൂക്കം ലഭിക്കാനിടയില്ല. പിണറായി താല്പര്യപ്പെട്ടാൽ, അല്ലെങ്കിൽ പിണറായി നോ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവാകും. തീരുമാനം ഇന്നത്തെ പൊളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടാകും. കാരണം അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ 3 ദിവസമായി തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. അതിനുശേഷമാകും പ്രഖ്യാപനം. പിണറായി തന്നെ വരാനാണ് സാധ്യത. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ കെ.എൻ. ബാലഗോപാലിന്റെ പേരിലേക്ക് CPM കടക്കുകയുള്ളൂ. യെസ്, പിണറായി തന്നെ വരാനാണ് സാധ്യത എന്നാണ് കണക്കുകൂട്ടൽ. പാർട്ടി പ്രത്യേകിച്ച് ഒരു ക്ഷീണത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പിണറായി വരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്താനാണ് സാധ്യത. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.